is called as meal with Jesus. യേശുവായിട്ടുള്ളൊരു അത്താഴം. നമുക്ക് കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നപ്പോൾ പല ഭവനങ്ങളിൽ അത്താഴത്തിന് വേണ്ടി പോയാൽ അത്താഴത്തിന് അതിൽ 3 കാര്യങ്ങൾ മാത്രം ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എത്രമാത്രം എനിക്ക് ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. But this is something that God was speaking to me and I would like to share today about this. ആദ്യത്തെ എടുക്കാം, ലൂക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിന്റെ 36 മുതൽ 44 വരെയുള്ള വാക്യം. ഓക്കെ, നമുക്ക് വളരെ സുപരിചിതമായ ഒരു വേദഭാഗമാണ്. ഒന്നാമത്തെ പോയിന്റ്, യേശു ഈ ഭവനത്തിൽ ചെന്നപ്പോൾ, ശീമോൻ എന്ന ഈ ഫരീസന്റെ ഭവനത്തിൽ ചെന്നപ്പോൾ യേശു അവിടെ ചൂണ്ടിക്കാട്ടിയത് അവന്റെ കുറവിനെ ചൂണ്ടിക്കാട്ടി. He pointed out where he lacked. കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ ഒരു അത്താഴത്തിന് വേണ്ടി വരുവാണെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ നമ്മൾ ഒരു ഡിന്നറിന് വേണ്ടി വിളിക്കുവാണെങ്കിൽ, കർത്താവ് യേശു ക്രിസ്തു ഗുഡ് ജോബ് നമ്മുടെ തോളത്ത് തട്ടി പോകത്തില്ല. കർത്താവ് നമ്മുടെ കുറവിനെടുത്ത് കാണിക്കും. നമ്മൾക്ക് കാണുന്നത്, he invited Jesus to his house but not to his heart. അവൻ യേശുവിനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, യേശു എങ്ങനെയുള്ളവൻ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി, പക്ഷെ യേശുവിനെ എൻകൗണ്ടർ ചെയ്യാൻ വേണ്ടി അല്ലായിരുന്നു അവന്റെ ഉദ്ദേശം. He just wanted to evaluate Jesus. How is he? എങ്ങനെയുള്ളവനാണ്, his character, his personality. ഇവിടെ പല ആൾക്കാരും ഇവിടെ വന്നിരിക്കുന്നത് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി. വൈപ്പിയുടെ ആദ്യത്തെ പ്രോഗ്രാം എങ്ങനെയുണ്ട്, ഒന്നും പറയാനില്ലെങ്കിൽ ലാസ്റ്റ് പോകുന്ന ഫുഡിൽ ഇച്ചിരി ഉപ്പ് പോലെ എല്ലാം പോലെ. നമ്മളെല്ലാം ഒരു പ്രോഗ്രാമിൽ ചെല്ലിട്ട് നമ്മളെല്ലാം ഭയങ്കര ക്രിട്ടിക്സ് സ്വാഭാവികം. അത് നമുക്കുള്ളതാണ്. We become automatic critics. ഇവിടെ നമുക്ക് കാണുന്നത്, ശിമയോൻ he invited Jesus. അവിടുത്തെ നമ്മളടുത്ത്, he might be good, he might be righteous, he's a successful, respected leader, he followed all the rules and he probably done everything right in his life. പക്ഷെ യേശു ആ ചെറിയ ഒരു പോയിന്റ് യേശു അത് ചൂണ്ടിക്കാട്ടി. അവരുടെ മിഡിൽ ഈസ്റ്റേൺ കൾച്ചർ അനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ, അവർ അതിഥി സൽക്കാരത്തിന് they really love hospitality. നമ്മൾ ജൂയിഷ് കൾച്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ, അവിടെ ഒരു ഗസ്റ്റ് വരുമ്പോൾ, അകത്ത് വരുമ്പോൾ അവരുടെ കാല് കഴുകണം. അതിനുവേണ്ടി അവിടെ ആ വീട്ടിൽ ഉടമസ്ഥൻ ചെയ്തില്ലെങ്കിലും there are slaves kept over there. അവിടെ അടിമകൾ വെച്ച്, ആ അടിമയുടെ ജോലിയാണ് ഈ വരുന്ന ഗസ്റ്റിനെ അവരുടെ കാല് കഴുകണം. ആ പുള്ളിക്കാരൻ വേറെ എവിടെയെങ്കിലും വേറെ ഏതോ ജോലിക്ക് ചിലപ്പം പെട്ടെന്ന് ബിസിയായി പോയി കാണും. പക്ഷെ കർത്താവ് അതാ ചൂണ്ടിക്കാട്ടി. നമ്മൾ ഉദാഹരണത്തിന്, നമ്മൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഫുഡിന് വേണ്ടി വിളിക്കുവാണെങ്കിൽ, ഉദാഹരണത്തിന് ഞാൻ നിങ്ങളുടെ വീട്ടിൽ കടന്നു വരുക ഫുഡിന്, ഞാൻ കഴിക്കുമ്പോൾ ഇതില് എരിവ് ഇച്ചിരി കൂടുതൽ, ഉപ്പ് ഇച്ചിരി കുറവ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾ എന്ത് പറയും? നിങ്ങൾ സമയമില്ലാത്ത സമയത്ത് ഉണ്ടാക്കിയിട്ട് നമ്മളൊക്കെ എപ്പോഴും, ഞാൻ ഏകദേശം 15 years, ഏകദേശം 16-17 years ആയി ഫുൾ ടൈം മിനിസ്ട്രിയിലായിട്ട്. ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, എവിടെ ചെന്നാലും ആര് ഭക്ഷണം തന്നാലും, എൻ്റെ പപ്പയും പാസ്റ്ററാണ്, എൻ്റെ ഫാദർ ഇൻ ലോയും പാസ്റ്ററാണ്. ഞാൻ പഠിച്ചിട്ടുള്ള ആര് ഫുഡ് തന്നാലും അവരെ അപ്രീഷിയേറ്റ് ചെയ്യും. അതുകൊണ്ട് എവിടെ ചെന്നാലും നമ്മൾ പറയും, ആൻറ്റി സൂപ്പർ ഫുഡായിരുന്നു, നല്ല ഫുഡായിരുന്നു. ഇത് കേൾക്കുമ്പോൾ അങ്കിൾമാരെക്കാട്ടും ആൻറ്റിമാർക്ക് അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം. ഫുഡ് ഇഷ്ടപ്പെട്ടു. നമ്മുടെ വെസ്റ്റേൺ കൾച്ചറും ഇന്ത്യൻ കൾച്ചറും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. വെസ്റ്റേൺ കൾച്ചർ നമ്മൾ നോ എന്ന് പറയുവാണെങ്കിൽ അവർ പിന്നെ ഫുഡ് സെർവ് ചെയ്യത്തില്ല, ആ ഭാഗത്തോട്ട് വരത്തില്ല. പക്ഷെ നമ്മുടെ മലയാളി കൾച്ചർ അനുസരിച്ച്, നമ്മൾ ഈ മലയാളി കൾച്ചർ എടുത്ത് നമ്മൾ വലിയ കാര്യത്തിൽ നമ്മൾ വെള്ളക്കാരുടെ നമ്മൾ ഫുഡ് അവരും ഇങ്ങനെ, സുജിത്ത് വുഡ് യു ലൈക്ക് ടു ഹാവ്, നോ. നമ്മൾ മലയാളി കൾച്ചറിൽ നമ്മൾ നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ സെർവേ ചെയ്യത്തില്ല.
പക്ഷെ നമ്മുടെ മലയാളികൾക്ക് നമ്മളിങ്ങനെ ഇച്ചിരി ചോറ്, അപ്പോൾ നമ്മൾ പറയും വേണ്ട വേണ്ട, അപ്പോൾ നമ്മളിങ്ങനെ വേണ്ട വേണ്ട എന്ന് ചോറ് ഇങ്ങനെ ഇറ്റ് കംസ് മോർ ഇങ്ങനെ കൂടുതൽ കഴിക്കും ഇച്ചിരി. ഞാൻ പലപ്പോഴും പറയാറുള്ളൂ, അമ്മ എല്ലാവരും ഇപ്പം പാസ്റ്റങ്ങൾ വരെ ചോദിച്ചു, അയ്യോ ഞാൻ കാരണം ആ സമയത്ത് എൻ്റെ സൈസ് വേറെ ആയിരുന്നു. വെരി തിൻ. ഞാൻ പലപ്പോഴും പറയാറുള്ള കാര്യം, ഈ ലോകത്തുള്ള എല്ലാ അങ്കിൾ ആൻറ്റിമാരുടെ സ്നേഹമാണ് നിങ്ങൾ എൻ്റെ ശരീരത്തിൽ കാണുന്നത്. കാരണം നമ്മളവിടെ അങ്ങ് ലാൻഡ് ചെയ്യുമ്പോൾ അവരുടെ അതിഥി സൽക്കാരം നമ്മളത് കഴിച്ചില്ലെങ്കിൽ അവർക്ക് ഭയങ്കര വിഷമമാണ്. അവിടെ നമ്മൾ എവിടെ ചെന്നാലും വി ലേൺ ടു അപ്രിഷിയേറ്റ്. ഈ അപ്രിഷിയേറ്റ് ചെയ്തുകൊണ്ട് പല പ്രശ്നങ്ങൾ എൻ്റെ ലൈഫിൽ സംഭവിച്ചു. ഒന്ന്, ഞാൻ പഞ്ചാബിൽ ഒരു സ്പെഷ്യൽ മീറ്റിംഗ് വേണ്ടി പോയത്, ഒരു ഫാസ്റ്റിംഗ് പ്രയർ ടൈപ്പായി. പഞ്ചാബികളുടെ അതിഥി സൽക്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ലെവൽ. അവർ നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ കരുതുന്നു. നമ്മളെത്തുന്ന താമസം മാത്രമേ ഉള്ളൂ, അവരവിടെ ഫുള്ളും ഭയങ്കര ഡിഫറൻറ്റ്. നിങ്ങൾ പഞ്ചാബിൽ പോകണം. നമ്മളവിടെ എത്തി ആദ്യത്തെ ദിവസം നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞിട്ട് അവിടെ എത്തിയപ്പം അവർ ചോറും റൊട്ടിയും ഡാലും ബട്ടർ ചിക്കനും ഇതെല്ലാം ഇങ്ങനെ വെച്ചിരിക്കുന്നു. ഭയങ്കര. നെക്സ്റ്റ് ഡേ ചിക്കൻ മാറി മട്ടനായി. ഫാസ്റ്റിംഗ് പ്രയർ അല്ലേ ഇത്, കൂടുതൽ ഫീസ്റ്റിംഗ് പ്രയറായി മാറി. അപ്പോൾ ഈ പാസ്റ്റർ പറഞ്ഞു, പാസ്റ്റർ ജി കൽ ആപ്കെ ലിയേ ഏക് സർപ്രൈസ് ഹൈ. ഞാൻ പറഞ്ഞു ക്യാ സർപ്രൈസ്? അല്ല, കൽ ആപ്കെ ലിയേ ഏക് സർപ്രൈസ് ഹൈ. उसके जरूर देखा പറഞ്ഞു, ഒന്നാമത്തെ ഈ പഞ്ചാബിൽ ബീഫ് ഒന്നും കിട്ടത്തില്ല, ഇനി അത് വല്ലതും മേടിക്കണം, എന്തോ ആയിരിക്കും. ഞാൻ പറഞ്ഞു उसका जरूर नहीं है, जो है वो दे दो, वो काफ़ी है. नहीं आपके लिए एक विशेष सरप्राइज है. അപ്പോൾ അടുത്ത ദിവസത്തെ എൻ്റെ ഉച്ചയോടെ എൻ്റെ സെഷൻ കഴിഞ്ഞു. അടുത്ത ദിവസം അപ്പം എനിക്ക് വൈകുന്നേരം എൻ്റെ ബസ്. അപ്പം ഞാൻ ഉച്ചയായിട്ട് ഞാൻ വീട്ടിൽ വന്നപ്പോൾ ഈ പാസ്റ്റർ ഫുൾ ഫാമിലി ഇങ്ങനെ വെയിറ്റ് ചെയ്യും ഡൈനിങ് ടേബിളിൽ. അവിടെ ചോറ് റൊട്ടി ഇതെല്ലാം ഇങ്ങനെ തുറന്നിങ്ങനെ വെച്ചിട്ടുണ്ട്, ഡാലിങ്ങനെ തുറന്ന് വെച്ചിട്ടുണ്ട്, ബാക്കിയുള്ള കറികളെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്. ഒരു കറി മാത്രം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുക. ഞാൻ പറഞ്ഞു പാസ്റ്റർ ജി യേ ഹേ ആപ്കെ ലിയേ ജോ സർപ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാ യേ ആപ്കെ ലിയേ ഏക് സർപ്രൈസ്. അപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ടീക്ക് ഹേ. അപ്പം ഈ പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ ജി ആപ് ഖോലി. എൻ്റെ അടുത്ത് പറഞ്ഞു ഇത് തുറക്കാൻ പറ്റും. ഞാൻ പറഞ്ഞു ഓക്കെ ടീക്ക്. ഞാനിത് തുറന്നപ്പോൾ ഒരു ഫുൾ സൈസ് മീൻ, അതിന് കണ്ണു തുറന്ന് നേരെ എന്നെ ഇങ്ങനെ നോക്കിയിരിക്കും. ഒന്ന്, എനിക്ക് മീൻ ഇഷ്ടമല്ല. ഈ പാസ്റ്റർ പറഞ്ഞു പാസ്റ്റർ ജി യേ ഹേ ആപ്കെ ലിയേ സർപ്രൈസ്. मेरी गुड़िया कल यूट्यूब देखकर आप केरल से है तो आपको फिश बहुत पसंद होगा, तो ये गुड़िया ने पूरा वो यूट्यूब देखकर उन्होंने सीख लिया. बहुत बढ़िया, हम सब मिलके खाएंगे, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. അപ്പോൾ പറഞ്ഞു പാസ്റ്റർ ജി हम मच्छी नहीं खाएंगे, ഞങ്ങൾ ये मच्छी सिर्फ आपको खाना है, നീ മാത്രം കഴിക്കണം. ഞാൻ ഈ മീനെ നോക്കുന്നു, മീൻ എന്നെ നോക്കുന്നു. ഞാനൊരു ചെറിയ രീതിയിൽ ഒരു ചെറിയ ഈ കക്ഷ എടുക്കാൻ എടുക്കാൻ പോയി. അപ്പോഴത്തേക്ക് ഈ പാസ്റ്റർ നോ ഈ പൂരാ പോകാനാണ്. ഞാൻ ചെറിയൊരു പീസ് എടുത്ത് ചോറിനകത്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ വായുടെ അടുത്ത് വന്നപ്പോൾ പ്രത്യേക തരത്തിലുള്ള സുഗന്ധം. അപ്പോൾ ഈ സുഗന്ധം അടിച്ചപ്പോൾ എനിക്കൊരു രണ്ട് കൺഫ്യൂഷൻ. ഒന്നെങ്കിൽ ഈ മീന് കേടായ മീനായിരുന്നു, പക്ഷേ ഇവർ പഞ്ചാബികളായതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കുറവാണ്. രണ്ട്, ഇത് മീൻ ശരിക്കും കഴുകിയിട്ടില്ല, അതായിരിക്കും ഏറ്റവും. ഇവരെല്ലാം എൻ്റെ വായ നോക്കി ഇങ്ങനെ ഇരിക്കുക. ഞാൻ എങ്ങനെയോ ഇത് ഇറക്കി കഴിഞ്ഞ ശേഷം ഇവർ വെച്ചു കേസ് ഞാൻ കഴിച്ചു. എനിക്ക് ഭയങ്കര അൺകംഫർട്ടബിളായി. ഞാൻ റൂമിൽ കയറി ഞാൻ ഛർദ്ദിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ പറഞ്ഞു എനിക്ക് വയ്യാന്ന് പറഞ്ഞു. പാസ്റ്റർ പറഞ്ഞു ക്യാ ഹുവാ आपका तबीयत क्या हुआ? എനിക്ക് പറയാൻ പറ്റും ഫുഡിന് കാരണം. ഞാൻ പറഞ്ഞു ക്ലൈമറ്റ് की वजह से थोड़ा टाइम के बाद मैं ठीक हूँ. അപ്പോഴത്തേക്ക് പാസ്റ്റർ ചോദിച്ചു थोड़ा और मच्छी करी भेजू. ഞാൻ പറഞ്ഞു नहीं. അപ്പോൾ പറഞ്ഞു എന്താ ഇഷ്ടപ്പെട്ടില്ലേ? ഞാൻ പറഞ്ഞു नहीं ऐसे नहीं, मेरे जिंदगी में इतना बढ़िया मच्छी करी मेरी जिंदगी में नहीं है.
സോ ടെറിബിൾ സിറ്റുവേഷൻ. ഈ ഒരു സ്റ്റോറിയോട് കണക്ട് ചെയ്ത് ഞാൻ വേറൊരു സ്റ്റോറി കൂടെ പറയാൻ ആഗ്രഹിക്കും. ഞാൻ ആസാമിൽ പോയപ്പോൾ എൻ്റെ ഒരു വൺ ഓഫ് ദ സ്റ്റേറ്റ് എനിക്ക് പോകാൻ അത്രയും താല്പര്യമല്ല, ഇച്ചിരി പേടിയുള്ളൊരു സ്ഥലമാണ്. കാരണം അവിടുത്തെ അക്കോമഡേഷനും അക്കോമഡേഷൻ കുഴപ്പമില്ല, അത് എവിടെയാണെങ്കിൽ, പക്ഷേ ഫുഡ് ഈസ് ഹൊറിബിൾ. അവിടുത്തെ ഈ ബാംബൂ ഷൂട്ട് എന്ന് പറഞ്ഞ സംഭവമുണ്ട്, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ 7 അയലത്ത് പോലും നമുക്ക് നിൽക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്മെല്ലാണ്. സ്റ്റിക്കി റൈസ് ഒട്ടും പറ്റത്തില്ല. നോർത്ത് ഈസ്റ്റ് ഒക്കെ പോവുകയാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ നിൽക്കാം. പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഒരാഴ്ചയായിട്ട് ഞാൻ അവിടെ ഇങ്ങനെ ഞാൻ എൻ്റെ ടീമും കിടന്ന് ഇങ്ങനെ കറങ്ങും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അവിടുത്തെ ഒരു അങ്കിൾ ഞങ്ങൾ പറഞ്ഞു, ഇന്ന് ഫുഡ് ഞങ്ങളുടെ അടുത്ത്. ഒരു മലയാളി ഞങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്കൊരു സന്തോഷം. ഞങ്ങൾ നേരെ ആ വീട്ടിൽ ചെന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി ചെന്നു. അവിടത്തേക്ക് അങ്ങളെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. ഞങ്ങൾ നേരെ ഡൈനിങ് റൂമിൽ കണ്ടപ്പോൾ അതേ കണ്ട സന്തോഷം. കാരണം ചോറും സാമ്പാറും അവിയലും തോരനും ചിക്കനും ഇറച്ചി ഇതെല്ലാം കണ്ടപ്പോൾ അപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ച പാട്ട് ദിസ് ഇസ് ദ ഡേ ദാറ്റ് ദി ലോർഡ് ഹാസ് മെയ്ഡ് വി വിൽ റിജോയ്സ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഓർമ്മ വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചു, നന്നായിട്ട് കഴിച്ചു. എന്നിട്ട് ഞങ്ങൾ വണ്ടിക്കകത്ത് കയറിയിരുന്നു. അപ്പോഴത്തേക്കും ഈ പാർശ്വങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ പാർശ്വങ്ങൾ വെച്ചു, ഇത്ര പ്രായമുള്ള അപ്പോൾ പാർശ്വങ്ങൾ അവനെ ഫുഡ് എങ്ങനെ ഉണ്ട്? ഞാൻ പറഞ്ഞു, അയ്യോ പാർശ്വങ്ങൾ ഒന്നും പറയണ്ട, അടിപൊളി ഫുഡ്, സൂപ്പർ ഫുഡ്, നല്ല ഫുഡ്, ഇവിടെ നാൾക്ക് ശേഷമായിരുന്നു, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞു. ഒരു 3/4 മണിക്കൂർ അതിന് വീണ്ടും പാർശ്വങ്ങൾ വെച്ചു, എങ്ങനെ ഉണ്ടെന്ന് ഫുഡ്? ഞാൻ പറഞ്ഞു, നല്ല ഫുഡ്, സൂപ്പർ ഫുഡ്, കുഴപ്പമില്ല. 3ാമത്തെ തവണ ചോദിച്ചപ്പോൾ എനിക്ക് യേശുവും പത്രോസും തമ്മിലുള്ള സംഭാഷണം, കുച്ച്തോ ഗഡ്ബഡ്, എന്തോ കുഴപ്പമുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നല്ല ചോറ്, സാമ്പാർ, തോരൻ, ഇറച്ചി, ഇതെല്ലാം ഇച്ചിരി ചിക്കൻ ഇതെല്ലാം നല്ലതാണ്. ആ ഇറച്ചി ഇച്ചിരി ഡിഫറെൻ്റ് ആയിരുന്നു. അത് പോത്താണോ അതോ ഇതാണോ ആടാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പോത്തുമല്ല ആടുമല്ല, അതാണ് പട്ടി ഇറച്ചി. ഞാൻ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ഉള്ള എല്ലാവർക്കും ഇങ്ങനെ ശ്രദ്ധിക്കാൻ പോലെ തോന്നി. അപ്പോഴത്തേക്കും ഞാൻ കണ്ണടിച്ചു. അവിടത്തേക്ക് ആ ഭാഷകൾ പറയാം, മോനെ അവൾക്ക് സമയമില്ലാത്തതുകൊണ്ട്, സമയമുണ്ടെങ്കിൽ ആ ചേച്ചി മീൻസ് ആ ഭാഷകൾ കല്യാണം കഴിച്ചിരിക്കുന്നത് നോർത്ത് ഈസ്റ്റ് ആയിരുന്നു, ഷീസ് ഫ്രം നാഗാലാൻഡ്. അപ്പം അവർ ഏറ്റവും സ്പെഷ്യലാണ് ഈ പട്ടിയെ കൊന്നിട്ട് അതിൻ്റെ കുടലെടുത്ത് അതിനെ ക്ലീൻ ചെയ്ത് അതിനെ ബോയിൽ ചെയ്ത് അതിനകത്ത് റൈസും സ്പൈസസ് ഇട്ട് അതിനെ ഫ്രൈ ചെയ്ത് അതാണ് ഞങ്ങൾ നാഗാമി സോസേജ് ആയിട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞ സമയമില്ലാത്ത നന്നായി. So terrible situations. അപ്പം ആദ്യം പറഞ്ഞ പോലെ നമ്മൾ മനുഷ്യരാകുമ്പോൾ നമ്മൾ ഏത് സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യും. പക്ഷേ കർത്താവ് ഇവിടെ ചെയ്തത്, ശിമയോനെ വിളിച്ച് 4 ആൾക്കാരുടെ മുമ്പിൽ അവൻ അപ്രീഷിയേറ്റ് ചെയ്തില്ല, അവൻ്റെ കുറവിനെ എടുത്ത് കാണിച്ചു. ഇന്ന് നമ്മൾ ദൈവസന്നിധി വരുമ്പോൾ, നിങ്ങൾ ഒരു വർഷിപ്പ് ലീഡർ ആയിരിക്കാം, നിങ്ങൾ 4ാം തലമുറ വിശ്വാസിയായിരിക്കാം, നിങ്ങൾ 10 or 20 വർഷമായ വിശ്വാസിയായിരിക്കും. പക്ഷെ ദൈവസന്നിധിയിൽ വരുമ്പോൾ ദൈവം നിന്റെ കുറവിനെ എടുത്ത് കാണിക്കുകയാണ്. He points out where you lack. ഇന്ന് നമ്മൾ എടുത്ത് കാണും. ഇന്ന് നമുക്ക് എടുത്ത് കാണുകയാണെങ്കിൽ especially among young people, there are many things. ഞാൻ ഈ ജെൻസി പിള്ളേരെ കുറിച്ച് അതെൻ്റെ വേറൊരു ടോപ്പിക്കാണ്. പക്ഷെ വൺ ഓഫ് ദ തിങ്, ഈ കാലത്തെ തലമുറ എടുത്ത് നോക്കുകയാണെങ്കിൽ they have pride. ഈ കാലത്ത് പിള്ളേരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്യാൻ, പല ദേവദാസന്മാരുണ്ട്, കറക്റ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല. നമ്മളൊരു ചെറിയ മയത്തിലൊക്കെ ഇങ്ങനെ പറഞ്ഞൊക്കെ പോകണം. എൻ്റെ കാലത്തിലൊക്കെ തെറ്റാന്ന് പറഞ്ഞ പാസ്റ്റങ്ങൾ അതിൽ വേറൊരു ഇതിൽ ഓപ്ഷൻ ഇല്ല. ഈ കാലത്ത് ഇപ്പോഴത്തെ ജെൻസി പിള്ളേർക്ക് എന്തെങ്കിലും തെറ്റ് പറയുകയാണെങ്കിൽ അവർ അപ്പോൾ തന്നെ വേറെ ചർച്ച പോകും. ഏകദേശം എല്ലാവർക്കും മനസ്സിലായി. ഇവിടെ പല മാതാപിതാക്കൾ ഇരിക്കുന്നുണ്ട്. അവരടുത്ത് ചെയ്യണ്ട എന്ന് പറയുകയാണെങ്കിൽ 3ാമത്തെ തവണ അവരോട് ഞാൻ ചെയ്യും. അതെന്താ? നിങ്ങൾ ഹൂ ആർ യു? അതാ ക്വസ്റ്റ്യൻ. അവിടെ പിന്നെ പാപ്പയും മമ്മി. പ്രൈഡ് ഇസ് എൻ ഇമ്പോർട്ടന്റ് തിങ്. പാസ്റ്റർമാരെ പ്രസംഗിക്കാൻ നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം,
ഇന്ന് ഏത് ടോപ്പിക് ആ വാക്യം എടുക്കുന്നവരെ തന്നെ നമുക്കറിയാം, ഇത് എങ്ങോട്ടാ ഇങ്ങനത്തെ, അവിടെ ടച്ച് ചെയ്ത് ഇവിടെ ടച്ച് ചെയ്ത്, ഇതാന്ന് പറഞ്ഞത്, ഇതിങ്ങനെ പറഞ്ഞു. നമ്മളിങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കണം. ഞാൻ ആദ്യം പറഞ്ഞതാണ്, ഇവാലുവേറ്റ് ചെയ്യാൻ നിങ്ങളിവിടെ കടന്നു വന്നിരിക്കുവാണെങ്കിൽ നിങ്ങളൊരു നല്ല ജഡ്ജായിട്ട് നിങ്ങൾ പോകും. പക്ഷെ നിങ്ങളൊരു ദൈവസന്നിധിയിൽ നിങ്ങളൊരു ഇന്ന് എൻകൗണ്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുവാണെങ്കിൽ യു വിൽ ഗോ ബാക്ക് ആസ് എ ചേഞ്ച് പേഴ്സൺ. എത്ര ഒരു ആഗ്രഹമുള്ളവരായിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സ്ത്രീനെ എടുത്ത് നോക്കുകയാണെങ്കിൽ she didn't wait for the permission. She ran to Jesus. Simeon brought Jesus to his home, but the woman, she brought Jesus into her heart. That is the difference. ഷിമിയോൻ ജസ്റ്റ് യേശുവിനെ ഭവനത്തിൽ കൊണ്ടുവന്നു, ഇവാലുവേറ്റ് ചെയ്യുമായിരുന്നു. പക്ഷെ ആ സ്ത്രീ, അവൾ യേശുവിനെ അവളുടെ ഹൃദയത്തിൽ, ഇന്ന് ഹല്ലേലൂയ, ജീവിതത്തിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പാരമ്പര്യം നിന്റെ പൊസിഷൻ പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇന്ന് യേശു നിന്റെ ഹൃദയത്തിൽ വാഴുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, എല്ലാ പാപത്തിൻ്റെ അംശങ്ങൾ ദൈവസന്നിധിയിൽ നീ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ, സമർപ്പിക്കുകയാണെങ്കിൽ ഹല്ലേലൂയ, ഞാൻ പറയുന്നു, നീ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ നിന്നെ എടുത്ത് ഉപയോഗിക്കാൻ എന്നെ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്ന കാര്യങ്ങളെ ദൈവത്തെ സൂചിച്ചാട്ടെ. ഈ മാനസാന്തരം എന്ന് പറയുന്നത് കരയുന്നതല്ല. മാനസാന്തരം നമ്മൾക്കറിയാം. ഇപ്പോൾ നമ്മൾക്ക് ഒരു ഓൾട്ടർ കോളിൽ പല ആൾക്കാർ കരയും. ഞാനാണെങ്കിൽ കഴിഞ്ഞ 17 വർഷമായിട്ട് കരഞ്ഞു. ഈ യൂത്ത്സിൻ്റെ മീറ്റിങ്ങിലൊക്കെ ഇവർ കരയും, ഒത്തിരി കരയും. 2 ദിവസം കഴിയുമ്പോൾ ശങ്കരൻ ബാക്ക് ഓൺ കോക്കനട്ട് ട്രീ. കാരണം യഥാർത്ഥ മാനസാന്തരം സംഭവിച്ചിട്ടില്ലെന്നേ. ഈ മാനസാന്തരം എന്ന് പറയുന്നത് നമ്മൾ പറയും ഈ യു ടേൺ, ചിലർ പറയും അതിനെക്കാട്ട് ഉപരിയായി ഇറ്റ് ഇസ് ടു ചേഞ്ച് വൺസ് മൈൻഡ്, ടു ചേഞ്ച് വൺസ് മൈൻഡ്. മാനസാന്തരം, മൻഫിറാവോ, അതായത് നിങ്ങൾക്ക് പാവയ്ക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇന്നത്തെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ചോറും ചിക്കൻ കറിയും ഇച്ചിരി പാവയ്ക്കത്ത് വരുന്നു. ആ പാവയ്ക്ക് ആ സെക്ഷൻ വരുമ്പോൾ തന്നെ നമ്മൾ പറയും പാവയ്ക്ക് കുറച്ചും കൂടി ഇട്. നമ്മളത് നമ്മൾ സ്കിപ്പ് ചെയ്തു. എത്ര നിർബന്ധിച്ചാലും പോലും നമ്മൾ എടുക്കത്തില്ല. ഇനി പ്രായം അല്ലെങ്കിൽ പാസ്റ്ററെങ്കിലോ ആരെങ്കിലും നിർബന്ധിച്ചാൽ നിങ്ങൾ എടുക്കും. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യും? കാണാതെ നിങ്ങൾ എന്ത് ചെയ്യും? അതിനെ കളയും. Why? Because you hate it. You hate it. ഞാൻ പറയട്ടെ, ഒത്തിരി പേര് ഈയിടക്ക് പല ആൾക്കാരെ, പല യൗവനക്കാര്, പല ആൾക്കാരെ കൗൺസിലിംഗ് തക്കണം വേണ്ടി എന്നെ വളരെയധികം ടച്ച് ചെയ്ത കുറെ കാര്യങ്ങളുണ്ട്. അത് മാത്രം ഞാൻ പറയുള്ളൂ. ഞാനൊരു കേരളത്തിലൊരു സ്ഥലത്ത് ഞാൻ ഓൾട്ടർ കോൾ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 6ാം ക്ലാസ് പഠിക്കുന്ന ഒരു ചെറുക്കൻ, അവൻ വന്ന് ദൈവസന്നിധി സമർപ്പിച്ചു. എന്നിട്ട് അവൻ എൻ്റെ അടുത്ത് കൺഫസ് ചെയ്ത കാര്യമാണ്. ഞാനുണ്ട് വേറൊരു ദേവദാസൻ കൺഫസ് ചെയ്ത് ഇങ്ങനെയാണ്, അവൻ ഡ്രഗ്സ് എടുക്കത്തില്ല. 6th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന ചെറുക്കനാണ്. He doesn't take drugs, but he is a drug peddler. Drugs supply ചെയ്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കൻ. വിശ്വാസികളുണ്ട്, അവിശ്വാസി പിള്ളേരുടെ കഥകളല്ല. വിശ്വാസി പിള്ളേർ ഈയിടയ്ക്ക് ഞങ്ങൾക്കൊരു പെട്ടെന്നൊരു ഫോൺ കോൾ വന്നു. ഞങ്ങൾ ആ വീട്ടിൽ ചെന്നപ്പോൾ ആ ആൻറ്റി ഒരു കോർണറിൽ ഇരിക്കുക, ബ്ലഡ് ഗ്രൗണ്ടിൽ. ഞങ്ങൾ ഓടിച്ചെന്ന്, ഞങ്ങൾക്ക് വല്ല കള്ളന്മാർ വല്ല ആക്രമിച്ച ഓടിച്ചെന്ന് ആൻറ്റി വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. നോ, വേണ്ട ഇവിടെ ഇരിക്കാം. ആൻറ്റി ബ്ലീഡ് ചെയ്യുക, കൊടുത്ത് ഹോസ്പിറ്റൽ. ആരാ ചെയ്ത് പറയാം, ഇരിക്കും. ആൻറ്റിക്ക് ഒരേ ഒരു മോളുണ്ട്. ആ മോളും അമ്മയായിട്ടും ആർഗ്യുമെന്റ് ഉണ്ട്. ആ മോൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നു, ഒരു അവിശ്വാസിയായിട്ട്. ആ റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ചപ്പോൾ അമ്മ ഒത്തിരി വഴക്ക് പറഞ്ഞു. ആ ദേഷ്യത്തിൽ ഈ
ഇവളെന്താ ചെയ്തെന്ന് പറഞ്ഞാൽ, ഇവൾ നേരെ അമ്മേനെ കഴുത്തിന് പിടിച്ച് നേരെ ഭിത്തി ചേർത്ത് 2 പ്രാവശ്യം അടിവയറ്റിലോട്ട് ചവിട്ടി. ആ 2ാമത്തെ ചവിട്ട് ബ്ലീഡ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, അവളെവിടെ? പറഞ്ഞു, അവൾ അപ്പുറത്തവനായിട്ട് സംസാരിച്ചോണ്ടിരുന്നു. എനിക്ക് അവിടെ എഴുന്നേറ്റ് പോയിട്ട് 2 എണ്ണം കൊടുക്കാനുള്ള ദേഷ്യമുണ്ട്. പക്ഷെ ആണ്ട് എന്നെ ഇങ്ങനെ പിടിച്ചെടുത്തിട്ട് പറഞ്ഞു, അവൾ പാവം, അവൾക്ക് ഇച്ചിരി മുൻകോപമുണ്ട്. ഞാൻ എനിക്കത് പൈതങ്ങളടുത്ത് പറയാനാക്കി, ഇതാ ഒരു മാതാവിൻ്റെ ഹൃദയം. നിങ്ങൾ ഡോറിനെ വലിച്ചടിക്കും, പൊട്ടിക്കും, എറിയും, തറതല പറയും. ഒരു മാതാവും ഒരു പിതാവും ഈ ലോകത്തിൽ നിന്ന് പോകുമ്പോൾ ആ സമയത്താണ് നിങ്ങൾക്ക് ഏറ്റവും അധികം അതിൻ്റെ ഒരു റിഗ്രറ്റ് നിങ്ങൾ ഫീൽ ചെയ്തു. ഇന്ന് നിങ്ങൾ മാതാപിതാക്കളായിട്ട് നിങ്ങൾക്ക് നല്ല റിലേഷൻഷിപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ വന്ന് എത്ര ചാടിയാലും, എത്ര വെള്ള വസ്ത്രം ഇട്ടാലും, എത്ര അന്യഭാഷ പറഞ്ഞാലും ഇതിൽ സ്വർഗം പ്രസാദിക്കുന്നില്ല. അല്ല, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. ഞാൻ ഒരു ഗൾഫ് രാജ്യത്തിൽ ചെന്നപ്പോൾ ഞാൻ പല യൗവനക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർ ഈ അഡിക്ഷൻ പോകുന്നു. പക്ഷെ ഒരു മീറ്റിംഗിൽ ഞാൻ ചെന്നപ്പോൾ അവിടുത്തെ മോൻ എന്നെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എന്നിട്ട് പിന്നെ പറഞ്ഞു, അവൻ ഒത്തിരി കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? പറയാ, എന്നെ കുറിച്ചല്ല, എൻ്റെ പിതാവ്, അവൻ്റെ പിതാവ്, his father is addicted to pornography. സൺഡേ സ്കൂളിലൊക്കെ വലിയ പദവിയിലിരിക്കുന്ന, പക്ഷേ പോണോഗ്രാഫിക്ക് അഡിക്റ്റാ. എന്ത് മാതൃകയുള്ളത്! ഞാൻ പറയട്ടെ, ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മളിവിടെ നല്ല വസ്ത്രമിട്ട് ഇവിടെ വരുന്നതല്ല. ക്യാരക്ടർ നമ്മൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ നമ്മൾ ആരാണ്? ദാറ്റ് ഈസ് യുവർ ക്യാരക്ടർ. ഇന്ന് ദൈവം അതാണ് നോക്കുന്നത്. When wealth is lost, nothing is lost. When health is lost, something is lost. When character is lost, everything is lost. ദൈവം നമ്മുടെ സ്വഭാവത്തെ നോക്കുന്നത്. ഞാൻ വളരെ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ആദ്യത്തെ കർത്താവ് യേശു ക്രിസ്തു നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ നമ്മുടെ കുറവിനെ എടുത്ത് കാണിക്കും.